my channel. ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പേഴ്സണാലിറ്റീനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ മീനിങ് ആൻഡ് നാച്ചർ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ആൻഡ് ഓൾസോ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പേഴ്സണാലിറ്റി. നമ്മൾ എല്ലാം ഡീൽ ചെയ്ത് ഡെഫിനിഷനൊക്കെ റെഡിയാക്കി വെച്ചതാണ്. പേഴ്സണാലിറ്റി ഡെഫിനിഷൻ എന്താണ്? പേഴ്സണാലിറ്റി ഈസ് ദ പാറ്റേൺ ഡെവലപ്ഡ് ബൈ an integrated functioning of all the trait and characteristic of an individual is called personality. നിങ്ങളുടെ എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ബയോളജിക്കൽ ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ദെൻ നമ്മൾ തിയറീസും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ആർ ദ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി? സൈക്കോ അനലിറ്റിക് തിയറീസ്, trait theories, social theories, humanistic theories and behavioralistic theories. അങ്ങനെ 5 തിയറീസാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. സോ അതിൽ നമ്മൾ ഫസ്റ്റ് തിയറിയിൽ നമ്മൾ പോകുന്നത് ഏത് തിയറിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയ്റ്റ് തിയറിയാണ്. ട്രെയ്റ്റ് തിയറിയാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇപ്പോൾ ട്രെയ്റ്റ് തിയറി എന്ന് പറയുന്നത്, ട്രെയ്റ്റ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, ട്രെയ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പർട്ടിക്കുലർ ക്വാളിറ്റി ഓഫ് ബിഹേവിയർ. എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറിനെയാണ്, നമ്മളെ ബിഹേവിയറിലുള്ള ഒരു ക്വാളിറ്റീനെ അല്ലെങ്കിൽ ക്യാരക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളെ ആ ഒരു ഗുണത്തിനെയാണ് നമ്മൾ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ട്രെയ്റ്റ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞു പേഴ്സണാലിറ്റി ഇസ് ഡിറൈവ്ഡ് ഫ്രം പേഴ്സോണ എന്ന് പറയുന്നൊരു ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് വന്നത്, വിച്ച് മീൻസ് മാസ്ക് എന്നർത്ഥമുള്ള ഒരു വേർഡിൽ നിന്നാണ്, ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് പേഴ്സണ എന്ന് പറയുന്ന വേർഡ്, പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് വന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഓരോ മാസ്കും, ഓരോ ക്യാരക്ടറിനനുസരിച്ചുള്ള ഓരോ മാസ്കും അവരുടെ ഗ്രീക്ക് പുരാണങ്ങളിലെ ഇത് ക്യാരക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ മാറ്റി ഓരോ മാസ്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു വാക്ക് വന്നത്. സോ അത്തരത്തിലുള്ള ആ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് ദാറ്റ് ബിഹേവിയർ ഈസ് എ ട്രെയ്റ്റ്. അതിനെയാണ് നമ്മൾ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. സോ എ ട്രെയ്റ്റ് തിയറീസ് മീൻസ് പേഴ്സണൽ ട്രെയ്റ്റ് സച്ച് ആസ് ഷൈനെസ് ആൻഡ് aggressiveness influence how we perceive the world. Trait describe the personality. ട്രെയ്റ്റ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഷോർട്ട് ടെമ്പേർഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഹിസ് പേഴ്സണാലിറ്റി ഈസ് എ ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ. അല്ലെങ്കിൽ നമ്മൾ പറയും ഹീസ് എ ഷൈ പേഴ്സൺ, അയാൾ ഭയങ്കര ഒരു ഷൈനെസ് ഉള്ള ഒരാളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ അവരുടെ ട്രെയ്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റിനെ ചില സമയത്ത് വിലയിരുത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ വിലയിരുത്തുന്ന ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ട്രെയ്റ്റ് തിയറീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ട്രെയ്റ്റ് തിയറീസ് മീൻസ് എ പേഴ്സണൽ ട്രെയ്റ്റ് സച്ച് ആസ് ഷൈനെസ് ആൻഡ് അഗ്രസീവ്നെസ് ഇൻഫ്ലുവൻസ് ഹൗ വി പെർസീവ് ദ വേൾഡ്. ട്രെയ്റ്റ് ഡിസ്ക്രൈബ് ദ പേഴ്സണാലിറ്റി. ട്രെയ്റ്റ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്തതെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ട്രെയ്റ്റ് തിയറീസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന 4 സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഒരാൾ ഗോർഡൻ ആൽപോർട്ട്. ദെൻ റെയ്മോണ്ട് കാറ്റൽ എന്ന് പറയുന്നത് വേറൊരു സൈക്കോളജിസ്റ്റ്, അതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഹാൻസ് ആൻഡ് എയ്സെങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റ് വേറൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ട്രെയ്റ്റ് തിയറിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഉള്ളത് 5 ഫാക്ടർ മോഡലാണ്. അങ്ങനെ 4 വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈക്കോളജിസ്റ്റ്, 4 വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ ട്രെയ്റ്റ് തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ ഗോൾഡൻ ആൽപോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് എന്താണ് ഈ 3 ട്രെയ്റ്റ് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഗോൾഡൻ ആൽപോർട്ട് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റാണ്. He gave the 3 trait theories, that is cardinal traits, central traits and secondary trait. അപ്പോൾ മൂപ്പര് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ he identified more than 4,000 trait and distinguished between common traits. ഒരു 4,000-ഓളം ട്രെയ്റ്റ്സ്, അതായത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, നമ്മൾ ഹ്യൂമൻ ട്രെയ്റ്റ്സ് മൂപ്പര് കണ്ടുപിടിച്ചിട്ട് അതിനകത്തുനിന്ന് മൂപ്പര് പറഞ്ഞു
അതിനെ കുറേ ട്രേറ്റ്സ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ മെയിൻ ആയിട്ടുള്ള കാർഡിനൽ ട്രേറ്റ്സ്, പിന്നെ സെൻട്രൽ ട്രേറ്റ്സ്, പിന്നെ സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങനെയാണ് നമ്മളെ ഈ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഇതിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്ന് മൂപ്പര് പറഞ്ഞു. വിച്ച് മീൻസ് കാർഡിനൽ ട്രേറ്റ്സ് വിച്ച് മീൻസ് ദർ ആർ ദ മോസ്റ്റ് ഡോമിനേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓൺ അവർ പേഴ്സണാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഏറ്റവും ഡോമിനേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ട്രേറ്റ് ആണ് കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. കാർഡിനൽ ട്രേറ്റ് ദാറ്റ് ഡോമിനേറ്റ് ഇൻഡിവിജ്വൽസ് ഹോൾ ലൈഫ്. നമ്മളെ ഹോൾ ലൈഫ് ബർത്ത് ടു ഡെത്തിൽ നമ്മളെ കൂടെ ഉണ്ടാവുന്ന ഒരു ട്രേറ്റ് ആണ്, ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് കാർഡിനൽ ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദാറ്റ് ഓഫൺ ടു ദ പോയിന്റ് ദാറ്റ് ദ പേഴ്സൺ ബിക്കം നോൺ സ്പെസിഫിക്കലി ഫോർ ദസ് ട്രേറ്റ്. For example, empathy and selfishness were the cardinal trait of Mother Teresa. നമ്മൾ മദർ തെരേസനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവരുടെ കാർഡിനൽ ട്രേറ്റ് ആയിട്ടുള്ള എംപതിയും സെൽഫ്ലെസ്നെസ്സും, അതായത് ബാക്കിയുള്ളവരെ സഹായിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി, പിന്നെ അതുപോലെ എംപതി ഒക്കെ കരുണയുള്ള ഒരാളായിരുന്നു മദർ തെരേസ എന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റീനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്, മദർ തെരേസ എന്ന് പറയുന്ന ഒരു പേര് നമ്മളെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ മനസ്സിൽ എന്താണ് ഈ ഒരു എംപതി, പിന്നെ അതൊരു സെൽഫ്ലെസ്നെസ്, അതായത് സ്വയം കാര്യം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെ പോലെയാണ് നമുക്ക് നമ്മളെ മനസ്സിലുള്ളത്. ദാറ്റ് ഈസ് ദ കാർഡിനൽ ട്രേറ്റ്. അതാണ്, അതായത് ഒരു പേഴ്സണാലിറ്റിയിൽ ഒരാൾക്ക് ഡോമിനേറ്റ് ചെയ്യപ്പെടുന്ന ട്രേറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് നമ്മൾ കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. ദെൻ സെൻട്രൽ ട്രേറ്റ് വിച്ച് അഫക്റ്റ് മെനി ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ് ബട്ട് ഡു നോട്ട് ഹാവ് ദ പെർവാസീവ് ഇൻഫ്ലുവൻസ് ഓഫ് കാർഡിനൽ ട്രേറ്റ്. വെൻ വി റെഫർ ടു സംവൺ ആസ് കൈൻഡ്, ഹ്യൂമറസ് ഓർ കൺസീറ്റഡ്, വി ആർ യൂഷ്വലി റെഫറിംഗ് ടു എ സെൻട്രൽ ട്രേറ്റ്. അപ്പോൾ ഇത് സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ പേഴ്സണാലിറ്റി ഫൗണ്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അതായത് നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ടാവും, ഹോണസ്റ്റ് ഉണ്ടാവും, നമ്മൾ പെട്ടെന്ന് ആങ്ഷ്യസ് ആവുന്ന ആൾക്കാരായിരിക്കും, അല്ലെ പെട്ടെന്ന് കരച്ചിൽ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബാക്കിയുള്ള ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പക്ഷെ നമുക്ക് ഡോമിനേറ്റ് ആയിരിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്കും ഉണ്ടാവും. അതുകൂടാതെ നമ്മളെ ബേസിക്കലി ജനറൽ ആയിട്ടുള്ള നമ്മൾ ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. അപ്പോൾ ഡോമിനേറ്റ് ആയിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ജനറൽ ബാക്കിയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ബിഹേവിയറിന് ഒരു പരിധി വരെ നമ്മളെ പേഴ്സണാലിറ്റീനെ ഫൗണ്ടേഷൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ട്രേറ്റ്സ് തന്നെയാണ്. ദെൻ തേർഡ് വണ്ണേഴ്സ്, അതായത് മൂപ്പര് പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ ട്രേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി ട്രേറ്റ്സ് ആണ്. ദീസ് ആർ ദ ട്രേറ്റ്സ് ദാറ്റ് ആർ സംടൈംസ് റിലേറ്റഡ് ടു ആറ്റിറ്റ്യൂഡ് ഓർ preferences and often appear only in certain situations or under specific circumstances. So these are the least important traits. Secondary traits are the least important traits. ഏറ്റവും മൈനോറിറ്റി അല്ലെങ്കിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേറ്റ്സ് ആണ് നമ്മുടെ സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ദേ അഫക്റ്റ് റിലേറ്റീവ്ലി നാരോ ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ്. ചിലപ്പോൾ അത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഒന്നും നമ്മളെ ലൈഫിൽ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരാറേയില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടമാണ്, അത് നമ്മളൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്ന ഒരാളാണ്, അത് നമ്മളെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഒരു ബിഹേവിയറിൻ്റെ പാർട്ട് തന്നെയാണത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ പേഴ്സണാലിറ്റീനെ സംബന്ധിച്ച് അതൊരു ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് അത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. വിച്ച് ആർ ദ ട്രേറ്റ്സ് ദാറ്റ് ആർ സംടൈംസ് റിലേറ്റഡ് ടു ആറ്റിറ്റ്യൂഡ്സ്. ചിലപ്പോൾ അത് നമ്മൾ ആറ്റിറ്റ്യൂഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാവാം, പക്ഷേ എന്നിരുന്നാലും ഇറ്റ് ഹാസ് എ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻ അവർ പേഴ്സണാലിറ്റി. റിലേറ്റീവ്ലി നാരോ ആസ്പെക്ട്സ് ആണ് നമ്മുടെ ലൈഫിനും ഒക്കെ കൊടുക്കുന്നത് അത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗോർഡൻ ആൽപോർട്ട് പറഞ്ഞിരിക്കുന്നത്: കാർഡിനൽ ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ്. ക്ലിയർ? സോ നെക്സ്റ്റ് സൈക്കോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കാറ്റൽ ആണ് അടുത്ത
റെയ്മോണ്ട് ബി കാറ്റൽ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ് അടുത്ത ഒരു ഈ ട്രെയ്റ്റിനെ പറ്റിയിട്ട് അടുത്തൊരു വാദം പറഞ്ഞത്. അതായത് ഇതുപോലെയൊന്നുമല്ല, മൂപ്പര് നേരത്തെ പറഞ്ഞ പോലെയൊന്നുമല്ല, ആൽപോർട്ട് പറഞ്ഞ പോലെയൊന്നുമല്ല. റെയ്മോണ്ട് ബി കാറ്റൽ പറഞ്ഞിരിക്കുന്നത് he reduced Alport's list to 16 source trait. അതായത് നേരത്തെ ആൽപോർട്ട് പറഞ്ഞു 3 ട്രേറ്റ്സ് ആണുള്ളത്, കാർഡിനൽ ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു അത് ഏകദേശം 4000-ഓളം ട്രേറ്റ്സ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതായത് കാർഡിനൽ ട്രേറ്റ്സ്, അത് ഏറ്റവും ഡോമിനേറ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബിഹേവിയറിനെ ഡോമിനേറ്റ് ചെയ്ത് കാണിക്കുന്ന തരത്തിലുള്ള ട്രേറ്റ്സ്, കാർഡിനൽ ട്രേറ്റ്സ്. സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ബാക്കിയുള്ള ജനറൽ ആയിട്ടുള്ള നമ്മുടെ ട്രേറ്റ്സിനെയാണ് നമ്മൾ സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ്സ്. അപ്പം ഇവിടെ റെയ്മോണ്ട് കാറ്റൽ പറഞ്ഞു ഇതൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ 2 ട്രേറ്റ്സേ ഉള്ളൂ. ദാറ്റ് ഈസ് സർഫസ് ട്രേറ്റ് ആൻഡ് സോഴ്സ് ട്രേറ്റ്. അപ്പോൾ സോഴ്സ് ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അണ്ടർലൈൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പേഴ്സണാലിറ്റി. ഒരു പേഴ്സണാലിറ്റീനെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് പുറകിലായിട്ടുള്ളത് ഒരേ ഒരു സോഴ്സ് ട്രേറ്റ് ആണ്. ആ സോഴ്സ് ട്രേറ്റിനെ ഫീച്ചർ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതാണ് ഈ സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് ട്രേറ്റും ഉണ്ട്, സർഫസ് ട്രേറ്റും ഉണ്ട്. സോഴ്സ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ ആൻഡ് മോസ്റ്റ് ബേസിക് ഡയമെൻഷൻ ഓഫ് പേഴ്സണാലിറ്റി. അതാണ് നമ്മുടെ പേഴ്സണാലിറ്റീനെ ഇങ്ങനെ താങ്ങി കുത്തി നിർത്തുന്നത്. ചിലപ്പോൾ നമ്മൾ വാഴയൊക്കെ ഒടിഞ്ഞ് വീഴാൻ പോകുമ്പോൾ നമ്മൾ മട്ടലൊക്കെ വെച്ചിട്ട് കുത്തി നിർത്താറുണ്ട് അല്ലേ? അപ്പം അത്തരത്തിലുള്ള നമ്മളെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മളെ ബിഹേവിയറിനെ ബിൽഡ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ സോഴ്സ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഫണ്ടമെൻ്റൽ ആൻഡ് മോസ്റ്റ് ബേസിക് ഡയമെൻഷൻ ഓഫ് പേഴ്സണാലിറ്റി. ഇപ്പം നമ്മൾ ബിഹേവിയർ ഉണ്ടാവാൻ തന്നെ കാരണം ഈ സോഴ്സ് ട്രേറ്റ് ആണെന്നാണ് റെയ്മോണ്ട് ബി കാറ്റൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ട്രേറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റലിജൻസ്, ഈഗോ സ്ട്രെങ്ത്, സെൽഫ് സഫിഷ്യൻസി, ഡോമിനേഷൻ എക്സെട്ര. ഇനി സർഫസ് ട്രേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സിമ്പിൾ ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻ ദാറ്റ് ബി കോറിലേറ്റഡ്. നമ്മളെ ബിഹേവിയറിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള ട്രേറ്റ്സിനെയൊക്കെയാണ് നമ്മൾ സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വി ആർ ഹെൽപ്പിംഗ് അവർ നൈബർ വിത്ത് എ പ്രോബ്ലം. അവരൊരു പ്രോബ്ലത്തിലായിരിക്കുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, പിന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഒക്കെ സർഫസ് ട്രേറ്റ് ആണ്. കാരണം നമുക്ക് സോഴ്സ് ട്രേറ്റിൻ്റെ നമുക്ക് എമ്പത്തി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. അത്തരത്തിലുള്ളതാണ് സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത്. അതായത് സോഴ്സ് ട്രേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സർഫസ് ട്രേറ്റ് ഉള്ളത്. അപ്പോൾ കാറ്റിൽ പറഞ്ഞിരിക്കുന്നത് 2 തരത്തിലുള്ള ട്രേറ്റ്സ് ആണുള്ളത്. വൺ ഇസ് സർഫസ് ട്രേറ്റ് ആൻഡ് അനദർ വൺ ഇസ് സോഴ്സ് ട്രേറ്റ്സ്. അപ്പോൾ സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത് ഡോമിനൻ്റ് ആണ്, ഫണ്ടമെൻ്റൽ ആണ്, മോസ്റ്റ് ബേസിക് ഡയമെൻഷൻ ഓഫ് അവർ പേഴ്സണാലിറ്റി ആണ്. സർഫസ് ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫീച്ചേഴ്സ് ദാറ്റ് മേക്ക് അപ്പ് the visible areas of personality, and that is simply group of observations that is correlated with source trait. അപ്പോൾ ഇതാണ് കാറ്റൽ പറഞ്ഞിരിക്കുന്ന ട്രേറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൽപോർട്ട് പറഞ്ഞിരിക്കുന്ന 3 ട്രേറ്റും അതുപോലെ തന്നെ റെയ്മോണ്ട് ബി കാറ്റൽ പറഞ്ഞിരിക്കുന്ന 2 ട്രേറ്റിനെ പറ്റിയിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സൈക്കോളജിസ്റ്റായിട്ടുള്ള എയ്സെങ്ക് ഉണ്ട്. ഹാൻസ് എന്ന് പറയുന്നൊരു സൈക്കോളജിസ്റ്റും എയ്സെങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റും 2 പേരും കൂടി ചേർന്നിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇൻട്രോവേർഷൻ വേഴ്സസ് എക്സ്ട്രോവേർഷൻ, ഇമോഷണലി സ്റ്റേബിൾ വേഴ്സസ് അൺസ്റ്റേബിൾ, ദെൻ മൂന്നാമത്തത് ഇമ്പൾസ് കൺട്രോൾ വേഴ്സസ് സൈക്കോട്ടിക്. അപ്പോൾ ഹാൻസ് എയ്സെങ്ക് പറഞ്ഞിരിക്കുന്നത് 3 തരത്തിലുള്ള ട്രേറ്റ്സ് ഉണ്ട്. വൺ ഇസ് എക്സ്ട്രാവേർഷൻ വേഴ്സസ് ഇൻട്രോവേർഷൻ. അതിൽ ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോൾവ്സ് ഡയറക്റ്റിംഗ് അറ്റൻഷൻ ടു ഇന്നർ എക്സ്പീരിയൻസ്. നമ്മളിലേക്ക് തന്നെ
ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ, അത് ഇന്നർ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അതിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ ഇൻട്രോവേർഷൻ എന്നും, എക്സ്ട്രോവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ് ടു ഫോക്കസിങ് അറ്റൻഷൻ ഔട്ട്വേർഡ് ഓൺ ദ അതർ പീപ്പിൾ. മറ്റുള്ളവരിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അത് എക്സ്ട്രോവേർഷനുമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻട്രോവേർട്ടഡ് പീപ്പിൾ. ഒരു ആളെ നമ്മൾ ഇൻട്രോവേർട്ടഡ് ആണെന്ന് എപ്പോഴാണ് പറയുന്നത്? അയാളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള, അതായത് ഇൻട്രോവേർഷൻ ഇൻവോൾവ്സ് ഡയറക്റ്റിംഗ് അറ്റൻഷൻ ടു ഇന്നർ എക്സ്പീരിയൻസ്, വൈൽ എക്സ്ട്രോവേർഷൻ റിലേറ്റ്സ് ടു ഫോക്കസിങ് അറ്റൻഷൻ ഔട്ട്വേർഡ് ഓൺ അതർ പീപ്പിൾ ആൻഡ് ദ എൻവയോൺമെൻറ്റ്. A person's high in introversion may be quiet and reserved. ഇൻട്രോവേർട്ടഡ് പീപ്പിൾ ആയിരിക്കും. അതായത് ഹൈ ഇൻട്രോവേർഷൻ ഉള്ള ആൾക്കാർ ക്വയറ്റ് ആയിരിക്കും, റിസർവ്ഡ് ആയിരിക്കും. അവരങ്ങനെ ആരോടും സംസാരിക്കൊന്നുമില്ല, സ്വന്തം കാര്യം നോക്കി അങ്ങനെ പോവും. ഒരു സോളിറ്ററി ആക്ടിവിറ്റീസ്, അതായത് സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് പോവും. പക്ഷേ ആൻ ഇൻഡിവിജ്വൽ ഹൈ ഇൻ എക്സ്ട്രോവേർഷൻ, ഒരു പേഴ്സണ് എക്സ്ട്രോവേർഷനാണ് കൂടുതലെങ്കിൽ he is likely to be sociable and outgoing, impulsive, may decide novelty and prefer activities involving others. അത്തരത്തിലുള്ള ആൾക്കാർ കുറച്ചും കൂടി സോഷ്യലി കുറച്ചും കൂടി ഇൻവോൾവ് ആയിരിക്കും, മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കും, മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ നോക്കും. അപ്പോൾ അതാണ് ഇൻട്രോവേർഷൻ വേഴ്സസ് എക്സ്ട്രോവേർഷനിൽ പറയാനുള്ളത്. ദെൻ ന്യൂറോട്ടിസം. ന്യൂറോട്ടിസം ഇറ്റ് ഈസ് എ മെഷർ ഓഫ് പേഴ്സൺസ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഓർ ഇൻസ്റ്റെബിലിറ്റി. ചില ആൾക്കാർക്ക് നമുക്കൊരു ഇമോഷണൽ ഫീലിങ്സ് വന്നു കഴിഞ്ഞാൽ കുറേ പേര്, അതായത് എല്ലാവരും തന്നെ റിയാക്ട് ചെയ്യുന്ന രീതി വേറെ വേറെയാണ്. അപ്പോൾ ന്യൂറോട്ടിസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഷർ ഓഫ് എ പേഴ്സൺസ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഒരു പേഴ്സൻ്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി മെഷർ ചെയ്യുന്ന ഒരു ടൂളാണ് ന്യൂറോട്ടിസം എന്ന് പറയുന്നത്. ഹൈ ന്യൂറോട്ടിസം ഉണ്ട്, ലോ ന്യൂറോട്ടിസം ഉണ്ട്. ഹൈ ന്യൂറോട്ടിസം എന്ന് പറയുന്നത് വിച്ച് ഇംപ്ലൈസ് ലോവർ ഇമോഷണൽ കൺട്രോൾ. അത്തരക്കാർക്ക് ഹൈ ന്യൂറോട്ടിസം മീൻസ് അത്തരക്കാർക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് കരയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം പറയുമ്പോഴത്തേക്ക് സങ്കടമാവുക, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഹൈ ന്യൂറോട്ടിസം ഉള്ള ആൾക്കാർ. ദെൻ സൈക്കോട്ടിസം. സൈക്കോട്ടിസം ഇൻഡിക്കേറ്റ്സ് എ പേഴ്സൺസ് ലെവൽ ഓഫ് ടഫ് മൈൻഡ്നെസ്. ഒരാൾക്ക് എത്രത്തോളം കരളുറപ്പുണ്ട്, ചങ്കുറപ്പുണ്ട് എന്നൊക്കെ നോക്കുന്നതാണ് സൈക്കോട്ടിസം എന്ന് പറയുന്നത്. ടഫ് മൈൻഡഡ് പീപ്പിൾ ആയിരിക്കും കുറച്ചും കൂടി, അത്തരക്കാരെ നമുക്ക് ഡീൽ ചെയ്യാൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പം ഇത്തരം 3 ട്രെയ്റ്റ്സ് ആണ് എയ്സെങ്ക് പറഞ്ഞിട്ടുള്ളത്. ഇൻട്രോവേർഷൻ വേഴ്സസ് എക്സ്ട്രോവേർഷൻ ആൻഡ് ന്യൂറോട്ടിക് ആൻഡ് സൈക്കോട്ടിക്. എയ്സെങ്കിൻ്റെ മൂപ്പർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആൾക്കാർ 4 തരത്തിലുണ്ട്: മെലങ്കോളി, കോളറിക്, ഫ്ലിഗ്മാറ്റിക് ആൻഡ് സാങ്ക്വിൻ. അപ്പോൾ മെലങ്കോളിക് ഉള്ള ആൾക്കാർ ഇൻട്രോവേർട്ടഡ് ആയിരിക്കും, പ്ലസ് അൺസ്റ്റേബിൾ ആയിരിക്കും. അത്തരക്കാർ സാഡ് ആയിരിക്കും, ഗ്ലൂമി ആയിരിക്കും, മൂഡി ആയിരിക്കും, സംടൈംസ് ആങ്ഷ്യസ്, അൺസോഷ്യലബിൾ, ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടാതെ ക്വയറ്റായിട്ട്, റിജിഡായിട്ട്, ആങ്ഷ്യസ് ആയിട്ട്, മൂഡി ആയിട്ട്, ഗ്ലൂമി ആയിട്ട്, സാഡായിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷേ വേറൊരു വിഭാഗം ആൾക്കാർ കോളറിക്. ഇത്തരക്കാർ എക്സ്ട്രോവേർട്ടഡ് ആയിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും, ഹോട്ട് ടെമ്പേർഡ് ആയിരിക്കും, ടച്ചി ആയിരിക്കും, അഗ്രസീവ് ആയിരിക്കും, എക്സൈറ്റബിൾ ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഈ കോളറിക്കിൽ ഉൾപ്പെടുത്തുന്നത്. അവർ ഇറിറ്റബിൾ ആയിരിക്കും, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയുമ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം വരും. ഇപ്പോൾ മെലങ്കോളിക്കും കോളറിക്കും, ഒന്ന് ഇൻട്രോവേർട്ടഡ് ആൻഡ് അൺസ്റ്റേബിൾ ആൻഡ് അനദർ വൺ ഈസ് എക്സ്ട്രോവേർട്ടഡ് ആൻഡ് അൺസ്റ്റേബിൾ. ദെൻ ഫ്ലിഗ്മാറ്റിക് മീൻസ് ഇൻട്രോവേർട്ടഡ് പ്ലസ് സ്റ്റേബിൾ. ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ. അത് മെലങ്കോളിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫ്ലിഗ്മാറ്റിക്. മെലങ്കോളിക് സാഡ് ഗ്ലൂമി ആയിരുന്നെങ്കിൽ ഇത്തരക്കാർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, സ്ലഗ്ഗിഷ് ആയിരിക്കും, കാമായിരിക്കും, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഫ്ലിഗ്മാറ്റിക് ആൾക്കാർ. ദെൻ സാങ്ക്യൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ